ക്രോഷേ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് നീഡിൽ, യാൺ, ഇത് നീഡിൽസ്, പിന്നെ ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മെയിനായിട്ട് നമുക്ക് നീഡിലും യാണും മതി. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സൈസിൽ വരും, ഫ്രം 2 mm തൊട്ട് 6 mm വരെ ഉണ്ട്. നമുക്ക് മോസ്റ്റ്ലി നമുക്ക് 4.5 അല്ലെങ്കിൽ 5 mm ആണ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഈ യാണിനൊക്കെ നമുക്ക് ഒരു 5 mm ഒക്കെ യൂസ് ചെയ്താൽ മതി. അതിന് ഇപ്പം നമ്മൾ യാൺ മേടിക്കുമ്പോൾ തന്നെ യാണിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് അതിന് ഏത് സൈസാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഈ സെയിം കമ്പനിയുടെ തന്നെയുള്ള യാണാണ്. അപ്പോൾ അതിൻ്റെ എഴുതിയേക്കുന്നത് 5 mm വെച്ചിട്ടാണ്. ഇത് നിറ്റിങ്ങിൻ്റേതാണ്. ഇത് നമുക്ക് ക്രോഷേ ചെയ്യാനുള്ളതിന് 5 mm വെച്ചിട്ടുള്ളത് മതി. അപ്പം 5 mm ഇതാണ് ഇതിലെ 5 mm. അപ്പോൾ അത് ബേസിക് മതി. പിന്നെ ഇതൊരു കോട്ടൺ യാണാണ്. പല ടൈപ്പ് ഓഫ് യാൺസ് ഉണ്ട്. കോട്ടൺ ഉണ്ട്, അക്രിലിക് ഉണ്ട്, പിന്നെ വൂളുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് കോട്ടൺ ആണ്. നമുക്ക് എന്ത് ടൈപ്പ് പ്രോജക്റ്റാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് യാൺ മാറണം. ഇപ്പം വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് തിന്നാണ്. ഇതിനെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത് തിൻ സൈസ്ഡ് ആയിട്ടുള്ള യാണാണ്. ആൻഡ് ഫൈൻ, ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ളൊരു ഇതാണ്. സ്റ്റാർട്ട് ചെയ്താൽ ഞാനിവിടെ യാൺ എടുത്തിട്ടുണ്ട്, നീഡിലും എടുത്തിട്ടുണ്ട്. ഈ യാണിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കുന്ന 5 mm നീഡിലാണ് വേണ്ടിയത്. അതായത് 5 mm ആൻഡ് നമ്മളെല്ലാം സ്റ്റിച്ചിങ്ങും ചെയ്യുമ്പോൾ നൂലിൻ്റെ അറ്റത്തൊരു കെട്ടിടില്ലേ, അതുപോലെ ഇതിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കെട്ടിടുക. അതിന് പറയുന്നതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യാൺ എടുക്കുക. ആൻഡ് അത് നമ്മുടെ ഈ കൈ 2 വിരലിൽ കൂടി ഇങ്ങനെ വെച്ച് അടിയിൽ കൂടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എക്സൈറ്റ് പിടിക്കുക. പിന്നെ ഇതിനെ വിട്ടിട്ട് നമ്മുടെ നീഡിൽ ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ വട്ടത്തിൽ നിന്നെടുത്ത് നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇത് രണ്ടും കൂടെ പിടിച്ച് മുറുക്കിയിട്ട് ആ കുഞ്ഞ് എൻഡിനെ വിട്ടിട്ട് ഇതൊന്ന് മുറുക്കുക. ഒത്തിരി മുറുക്കണ്ട, നമുക്കിത് ഫ്രീ ആയിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ ഓടേണ്ടതാണ്. സോ അതിപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഇതേ പിടിച്ച് മുറുക്കിയാൽ മതി. ഭയങ്കര ടൈറ്റായെന്ന് തോന്നി ഇങ്ങനെ ലൂസാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. സോ ഇങ്ങനെ വന്ന് പിന്നെ നമ്മൾ ഏത് സ്റ്റിച്ചാണോ വേണ്ടിയത് അങ്ങനെ ഇത് 2 സ്റ്റിച്ച് ഇങ്ങനെ എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബേസിക്കായിട്ടുള്ള സ്ലിപ്പ് നോട്ടാണ് എന്താണെന്ന് അറിയേണ്ടത്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന്